വെൽക്കം ബാക്ക് ടു യൂമി ആൻഡ് കേരള. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് മസാല ചിക്കനാണ്. സാധാരണ ചിക്കൻ കറിയിൽ നിന്നും വ്യത്യസ്തമായിട്ട് നമ്മളിതിൽ കാഷ്യൂനട്ട് പേസ്റ്റും അല്പം തൈരൊക്കെ ചേർത്താണ് കുക്ക് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമുക്കത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് 2 കിലോ ചിക്കനാണ്. ഇത് നന്നായിട്ട് കഴുകി ക്ലീൻ ചെയ്തെടുത്തിട്ടുള്ളതാണ്. ഇനി നമുക്കിതിൽ മസാല പുരട്ടണം. അതിനായിട്ട് നമുക്ക് ഇതിലോട്ട് ഒരു 1 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് ആവശ്യം ഒരല്പം മഞ്ഞൾപ്പൊടിയാണ്. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്കതിലോട്ട് ഒരു 1/2 ടേബിൾ സ്പൂൺ ഉപ്പിട്ട് കൊടുക്കാം. പിന്നെ നമുക്കതിലോട്ട് ഒരു 2 കയ്യിൽ തൈരിട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് കൈ വെച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഞാനത് നന്നായിട്ട് ചിക്കനിലെല്ലാം മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് മാരിനേഷന് വേണ്ടി ഒരു 1/2 മണിക്കൂർ ഇത് കണക്ക് തന്നെ വെക്കാം. ഇനി മസാല ചിക്കന് നമുക്ക് തക്കാളി ഇട്ടൊന്ന് പേസ്റ്റ് ആക്കി എടുക്കണം. അതിനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് 2 തക്കാളി. ഇത് നമുക്ക് മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിലോട്ട് നമുക്ക് ആവശ്യം മല്ലിയിലയാണ്. കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കാം. നമുക്കിതിലോട്ട് കുറച്ച് കശുവണ്ടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് പേസ്റ്റ് ആക്കി എടുക്കാം. അപ്പം നമുക്ക് മസാല ചിക്കൻ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഞാനൊരു പാൻ ചൂടാകാൻ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അതിലോട്ട് അല്പം ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി അതിലോട്ട് നമുക്ക് സവാള ഇട്ട് കൊടുക്കാം. ഇത് 3 സവാള ചെറിയ കഷ്ണങ്ങളാക്കി കട്ട് ചെയ്താണ്. ഇനി അത് നമുക്ക് അതിലോട്ട് ഇട്ട് കൊടുക്കാം. ചിക്കന്റെ അളവിനനുസരിച്ച് നമുക്ക് സവാള ചേർക്കാം. നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് ഇതിലോട്ട് ഒരു 1/2 ടേബിൾ സ്പൂൺ ഉപ്പിട്ട് കൊടുക്കാം. അപ്പൊ നമുക്ക് സവാള പെട്ടെന്ന് മൊരിഞ്ഞ് കിട്ടും. നമുക്ക് ഇതൊരു ഗോൾഡൻ കളർ ആകണം. സവാള ഗോൾഡൻ കളർ ആയിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് അരച്ചു വെച്ചിരിക്കുന്ന ടൊമാറ്റോ പേസ്റ്റ് ഒഴിച്ചു കൊടുക്കാം. നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇതിന്റെ ഈ പച്ചമണമൊക്കെ മാറി ഈ അരപ്പൊന്ന് നമുക്ക് മൂത്ത് കിട്ടണം. അതുവരെ നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഒന്ന് എണ്ണയൊന്ന് തെളിഞ്ഞ് മേളിൽ കെട്ടി വരും. അതുവരെ നമുക്കിങ്ങനെ ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് ഇതിലോട്ട് 1 സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ട് കൊടുക്കാം. നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. മസാലയൊന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി അതിലോട്ട് നമുക്ക് ഒരു 2 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് അതിലോട്ട് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് അതിലോട്ട് 2 സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. ഇത് നമുക്ക് അതിലോട്ട് ഒരു 1/4 ടീസ്പൂൺ ഗരം മസാലപ്പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു 1/4 ടീസ്പൂൺ ജീരകം പൊടിച്ച് ഇട്ട് കൊടുക്കാം. നമുക്ക് മിക്സ് ചെയ്യാം. മസാല നമുക്ക് നന്നായിട്ടൊന്ന് മൂത്ത് കിട്ടണം. അതുവരെ നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കണം, അല്ലെങ്കിൽ കരിഞ്ഞു പോവും. മസാല നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ മാരിനേഷൻ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഇതിലോട്ട് ഇട്ട് കൊടുക്കാം.
ഞാൻ ചിക്കൻ എല്ലാം ഇട്ടിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അരപ്പെല്ലാം എല്ലായിടത്തും എത്തത്തക്ക രീതിയിൽ നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഞാൻ ചിക്കൻ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് ഒരു 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. കുറച്ച് ഒഴിച്ചാൽ മതി. ഇത് വെന്ത് വരുമ്പോൾ ചിക്കനിൽ നിന്ന് തന്നെ വെള്ളമൊക്കെ ഇറങ്ങിക്കോളും. അതുകൊണ്ട് ഒരു സ്വല്പം ഇട്ടാൽ മതി. ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മൂടി വെച്ച് ഒരു 20 മിനിറ്റ് വേവിച്ചെടുക്കാം. ഒരു 5 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം, അല്ലെങ്കിൽ അടിക്ക് പിടിക്കും. അതുകൊണ്ട് ഒരു 5 മിനിറ്റ് ആകുമ്പോൾ നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ചിക്കനിൽ നിന്ന് വെള്ളമൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. അപ്പം മസാല ചിക്കൻ വെച്ചിട്ട് 20 മിനിറ്റ് ആയിട്ടുണ്ട്. ഇടയ്ക്ക് നമ്മളൊന്ന് തുറന്ന് ഇളക്കി കൊടുത്തു. ഇനി നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. ചാറൊക്കെ വഴറ്റി നന്നായിട്ട് ചിക്കൻ വെന്തൊക്കെ വന്നിട്ടുണ്ട്. ഗ്രേവി ഒത്തിരി വേണ്ടെങ്കിൽ അത് കുറച്ച് നേരം കൂടെ വെച്ച് നന്നായിട്ട് വറ്റിച്ച് നമുക്ക് എടുക്കാം. ഗ്രേവി വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു പരുവത്തിൽ നമുക്ക് എടുത്താൽ മതി. പിന്നെ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി നമുക്ക് അതിലോട്ട് ഒരല്പം മല്ലിയില ഇട്ട് കൊടുക്കാം. ഇത് വേണമെങ്കിൽ മാത്രം ഇട്ട് കൊടുത്താൽ മതി. ചിലർക്ക് അതിൻ്റെ ടേസ്റ്റ് ഇഷ്ടപ്പെടില്ല. അതുകൊണ്ട് വേണമെങ്കിൽ മാത്രം ഇട്ടാൽ മതി. അപ്പം നമ്മുടെ ചിക്കൻ മസാല റെഡി. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളെല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ, തൊട്ടടുത്ത ബെല്ലൈക്കൺ അമർത്തൂ. എല്ലാവർക്കും ഷെയർ ചെയ്യൂ. താങ്ക്